അങ്ങനെ വർഷങ്ങളോളം വിവാഹം കഴിക്കാതിരുന്ന അവൻ ഒരു ദിവസം അമ്പലത്തിൽ ഉത്സവത്തിന് ഒരു പെൺകുട്ടിയെ കാണുകയും അവനെ ആ പെൺകുട്ടിയെ ഇഷ്ടമാകുകയും ചെയ്യുന്നു. അത് അവൻ വീട്ടിൽ വന്ന് പറഞ്ഞ് അവരുടെ കല്യാണം നടക്കുന്നുണ്ട്. പക്ഷേ കുറെ വർഷങ്ങളായിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് മൂന്നാമത്തെ അനിയൻ അവിടുത്തെ പ്രമാണിയുടെ മകളുമായി ത്തിലാകുന്നത്. പിന്നീട് രണ്ടാമത്തെ അനിയൻ കല്യാണം കഴിക്കുകയും അവർക്ക് ഒരു കുട്ടി ഉണ്ടാകുകയും ചെയ്യുന്നു. അവൾ തന്റെ ഭർത്താവിനോട് സ്വത്തെല്ലാം ചേട്ടന്റെ പേരിലാണെന്ന് പറഞ്ഞ് അവനെ ആ കുടുംബത്തിൽ നിന്നും അകറ്റാൻ കുറെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഭർത്താവായ അനിയൻ ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അനിയത്തി അലമാര തുറക്കുമ്പോൾ ഒരു ബാങ്ക് പാസ്ബുക്ക് കാണുകയും അതിൽ ചേട്ടന്റെ പേരിൽ 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് കാണുകയും ചെയ്യും. അതിനെ ചൊല്ലി അവിടെ വഴക്കുണ്ടാകുകയും ചേട്ടനെ അത് വലിയ വിഷമമാകുകയും ചെയ്യുന്നു. പെട്ടെന്നൊരു ദിവസം അനിയന്റെ കുട്ടിക്ക് വയ്യാതാകുകയും ഓപ്പറേഷൻ വേണമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് അനിയനും ഭാര്യയും മറ്റെല്ലാവരും അറിയുന്നത് ആ 5 ലക്ഷം രൂപ ആ കുട്ടിക്ക് ഓപ്പറേഷത്തിന്റെ കാര്യത്തിന് വേണ്ടി ചേട്ടൻ മാറ്റിവെച്ചിരുന്നതായിരുന്നു എന്നും ചേട്ടന് കുട്ടിയുടെ അസുഖകാര്യവും ഓപ്പറേഷത്തിന്റെ കാര്യവും നേരത്തെ അറിയാമായിരുന്നെന്നും ഓപ്പറേഷത്തിന് ഇത്രയും വലിയ എമൗണ്ട് ആവശ്യമായി വരുമെന്നും ചേട്ടൻ കരുതി വെച്ചിരുന്നതാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ നല്ല നിലയിൽ തന്നെ ഓപ്പറേഷൻ കഴിയുകയും ചേട്ടനോട് അവരെല്ലാവരും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മൂന്നാമത്തെ അനിയന് ഡൽഹിയിൽ ജോലി ലഭിക്കും. അവന് പോവാൻ താല്പര്യമില്ലെങ്കിലും വീട്ടുകാരുടെ നിർബന്ധപ്രകാരം അവൻ ഡൽഹിയിലേക്ക് പോകുന്നു. പിന്നീട് ഒരു ദിവസം അവൻ തിരിച്ചു വീട്ടിലേക്ക് വരികയും ഇങ്ങനെയൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും ഞാനിനി ഡൽഹിയിലേക്ക് ജോലിക്ക് പോകുന്നില്ല എന്നും തനിക്ക് ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹമെന്നും ചേട്ടത്തിമാരോട് അവൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടാളും തന്റെ സ്വർണ്ണങ്ങളെല്ലാം ഊരി അവനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവൻ നാട്ടിൽ തന്നെ ബിസിനസ് ആരംഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ പ്രമാണി തന്റെ മകളെ ഇഷ്ടപ്പെട്ട പയ്യനുമായി വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് ഏട്ടനെ വിളിച്ച് പറയുന്നു. പക്ഷെ അവർക്ക് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. വിവാഹം കഴിച്ചാൽ തന്റെ മകൾ തന്റെ കൂടെ തന്നെ നിൽക്കണമെന്നും അവളുടെ ഭർത്താവായ ആ അനിയനെ അവന്റെ വീട്ടിലേക്ക് തിരിച്ചയക്കില്ല എന്നും അയാൾ ചേട്ടനോട് പറയുന്നു. മനസ്സോടെ ചേട്ടൻ അത് സമ്മതിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇതൊന്നും ആ അനിയൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വിവാഹ ദിവസം എത്തുകയും വിവാഹത്തിന്റെ അന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം നടന്നു ചെയ്തിരുന്ന ചേട്ടത്തിയോട് അവിടുത്തെ ഒരു സ്ത്രീ പറയുന്നു, കുട്ടികൾ ഉണ്ടാവാത്തവർ ഇങ്ങനെയുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നും ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്നും നാണം കെടുത്തി വിടുന്നു. ഇതെല്ലാം അറിഞ്ഞ് എല്ലാവരും ആ കല്യാണത്തിന് പങ്കെടുക്കാതെ തിരിച്ചു വീട്ടിലേക്ക് പോരുന്നു. ഇതറിഞ്ഞ അനിയൻ താൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛനോട് ചൂടായി സംസാരിക്കുകയും അവിടെ നിന്നും തനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോരുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ആ പെൺകുട്ടി അവളുടെ വീട്ടുകാരെയെല്ലാം ഉപേക്ഷിച്ച് ആ വീട്ടിലേക്ക് പാതിരാത്രിക്ക് തന്നെ കയറി വരുന്നു. ഇത് കണ്ട് എല്ലാവരും അവളെ സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ ചേട്ടൻ പറയുന്നു, എനിക്ക് അനിയനെ എങ്ങനെ നഷ്ടപ്പെടുന്നുവോ അതുപോലെ തന്നെയാണ് നിനക്ക് നിന്റെ വീട്ടുകാർക്കും നിന്നെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ തിരിച്ചു പോകണമെന്നും പിന്നീട് നമ്മൾക്കെല്ലാവർക്കും ഇതിനൊരു തീരുമാനമെടുക്കാമെന്നും ആ ചേട്ടൻ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴേക്കും ആ പ്രമാണിയും കുറെ ഗുണ്ടകളും അവൾ അവിടെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് അവരെ ആക്രമിക്കാൻ വരുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ അച്ഛൻ ചേട്ടൻ പറയുന്നതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഗുണ്ടകളെ എല്ലാം തടഞ്ഞ് തന്റെ മകൾക്ക് പറ്റിയ കുടുംബം തന്നെയാണ് ഇത് എന്നും ഇനി വളരെ ഭംഗിയോടുകൂടെ തന്നെ ആ കല്യാണം നടത്തുന്നുണ്ട്. ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ.